അപ്പോഴേ അതെ നമ്മളിന്ന് നെയ്മീനാണ് കേട്ടോ പൊള്ളിച്ച് കഴിക്കാൻ വേണ്ടി പോണത്. അപ്പോൾ വെട്ടിത്തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് വാഴലയുടെ പുറത്തോട്ട് കിടത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് അരപ്പൊക്കെ തേച്ച് പിടിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ചെറുനാരങ്ങ നീരൊക്കെ തേച്ച് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം കേട്ടോ. ദശക്കട്ടി അധികമുള്ള മീനായതുകൊണ്ടിട്ടേ അരപ്പൊക്കെ നന്നായിട്ട് ഉള്ളിലോട്ട് ഇറങ്ങി പിടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആവാൻ ഫ്രിഡ്ജിലോട്ടാണ് കേട്ടോ വാഴലിൽ പൊതിഞ്ഞ് അങ്ങനെ തന്നെ വെച്ചത്. എന്നിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ വെച്ച് കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വറക്കാനുള്ള മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് മീനിനെ അങ്ങോട്ട് മൊരിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇതിന് വേണ്ടി ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതേ എണ്ണ തന്നെ ഒഴിക്കാം കേട്ടോ. എന്നിട്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ട് പുളിക്ക് തക്കാളി അണ്ട ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ പൊടികളും ചേർത്ത് ഒന്ന് മൂപ്പിച്ച ശേഷം നല്ല കട്ടിക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ആക്കാവേ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? വാഴലയുടെ പുറത്തോട്ട് നല്ല മസാല നീട്ടത്തിൽ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ മീനിൻ്റെ സൈസിൽ തന്നെ ഉണ്ട്. മീനിൻ്റെ പൊക്കി അങ്ങോട്ട് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ പുറത്തോട്ട് വീണ്ടും നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ആ ഉള്ള മസാല മൊത്തവും ഞാൻ പൊത്തി വയ്ക്കുന്നുണ്ട്. പിന്നെ ഈ വാഴല പൊതിയണ കാര്യം എനിക്ക് അത്ര വലിയ വശമില്ല കേട്ടോ. പൊതിച്ചോറ് കെട്ടാനാണെങ്കിലും ഇപ്പോൾ ഇതുപോലെ പൊള്ളിക്കാനാണെങ്കിലും ഞാൻ എപ്പോൾ വാഴലെടുത്താലും അത് 16 സ്ഥലത്ത് കൂടെ പൊട്ടിപ്പോവും. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ച് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് പൊള്ളിച്ചെടുക്കാവേ. ഈ വാഴലയില്ലേ, ഞാൻ പറഞ്ഞില്ലേ അന്നമ്മ വേറെ തുണി വേറെ പോലെ എല്ലാം പൊട്ടി കീറിപ്പോയി കേട്ടാ. എന്നാലും സംഭവം ശരിയായിട്ട് കിട്ടിയേ. അങ്ങനെ ചുടാട് കൂടെ തന്നെ തുറന്ന് കഴിക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ അപ്പനെ കൊണ്ട് തന്നെ ആദ്യത്തെ ഉദ്ഘാടനം ചെയ്യിക്കാന്ന് കരുതിയേട്ടാ. അപ്പൻ ഈ മീനൊക്കെ വാരി കൊണ്ടുവരുന്നത് മാത്രമല്ല കഴിക്കൽ വളരെ കുറവാണ് കേട്ടാ. ഞങ്ങളതേ എല്ലാവരും കൂടെ മറ്റേ കരിമ്പങ്ങാട്ടിൽ ആന കയറിയതുപോലെ ഒരു തൂത്ത് വാരലായിരുന്നു. അപ്പം